അണ്ടർടേക്കർ മരിച്ചിട്ട് ഏറ്റുവന്നതാണ് റെമിസിലിയുടെ മുഖത്ത് ആസിഡ് വീണിട്ടാണ് പുള്ളി മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾക്ക് അന്യായമായിട്ട് വർക്കാവും. അതൊരു ഫുള്ളി ക്രൗഡഡ് തിയേറ്ററിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അന്യായ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്ക് അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഒരു ഫുള്ളി ക്രൗഡഡ് തിയേറ്റർ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ കഥയോ കാര്യങ്ങളോ സെറ്റപ്പോ ഒന്നുമില്ല. ഇതെല്ലാം ജസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. നമുക്ക് ആ ഒരു ക്രൗഡിൻ്റെ കൂടെ ഇട്ടുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു നൊസ്റ്റാലിയ, ആ വൈബ് അടിച്ച് ഈ പടം കാണണം. അല്ലാതെ ചുമ്മാ ഒന്നും മിണ്ടായിരിക്കുന്ന ഓഡിയൻസിൻ്റെ കൂടെ ഈ പടം പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതേപോലെ തന്നെ OTT കണ്ടു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ 3 പിള്ളേരുണ്ട്. ഈ സിനിമ തുടക്കം കാണിക്കുന്നത് തന്നെ അവരിലേക്കാണ് കാണിക്കുന്നത്. അവന്മാരുടെ പെർഫോമൻസിന് പോലും നമുക്ക് രോമാഞ്ചം വന്നു. അവർക്കൊരു ഫൈറ്റ് ഉണ്ട്, അതൊക്കെ അന്യായ സാധനമായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു കാട്ടവരാതം പടത്തിൻ്റെ അകത്ത് ഈ പിള്ളേരെ വെച്ച് എന്താ പറയുന്നത് മാസാന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം പടം തുടങ്ങുമ്പോൾ ഒന്ന് കാണിക്കുന്നുണ്ട്. കമ്പയർ ചെയ്ത് പറയുകയല്ല, ആ പുള്ളിയൊക്കെ ഇതൊന്ന് കണ്ടു നോക്കണം. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജുൻ അശോകൻ, റോഷൻ, വൈശാഖ്, ഇഷാൻ ഇവരെല്ലാം കിടിലൻ സാധനമായിരുന്നു. എന്താ പറയുന്നത്, വൈശാഖിൻ്റെ ഒരു അവസാനത്തെ സീൻ ലിറ്ററലി ഞെട്ടിച്ചു. ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പാടം തുടങ്ങി ഇതൊന്ന് ട്രാക്കിലേക്ക് കയറാൻ ഒരു 10-20 മിനിറ്റ് എടുക്കും. പക്ഷേ അന്ന് ആ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൂഡ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ തീരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇൻട്രോയിലൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ തന്നെ ഓർത്തു ഇത്ര പെട്ടെന്ന് ഇൻട്രോയിലായോ, കാരണം അമ്മാതിരി പോക്കാണ് പോകുന്നത്. ഇൻട്രോയിലിൽ തൊട്ട് മുമ്പത്തെ സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് അസാധ്യ പണ്ടലാണ് പണി വെച്ചേക്കുന്നത്. നമ്മൾ സമയം പോയത് അറിയത്തേയില്ല, കാരണം അത്രയ്ക്ക് എൻഗേജിങ് ആണ് പടം. അത്രയ്ക്ക് എൻഗേജിങ് ആണ്, നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പടം പോകുന്നത്. ഇതിൻ്റെ അകത്ത് DOP ഒക്കെ 4 പേരാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം ഒന്നിനൊന്നും വെച്ചു, ഇതാരാ ഏതാ ചെയ്തതെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം എല്ലാം അസാധ്യ ലെവൽ പണിയെടുത്ത പടമായത്. ഈ സിനിമയ്ക്കകത്ത് ഞാൻ നോക്കിയിട്ട് മോക്കോബോട്ട് ഉപയോഗിച്ചുള്ള ഷോട്ടുകളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇതിൻ്റെ അകത്ത് ചില ഫൈറ്റ് സീൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്നൊക്കെ പറയുമ്പോഴത്തേന് ക്യാമറാമാൻ DOP ആരെടുത്താലും അവർ അസാധ്യ ലെവലിൽ ഇതിൻ്റെ അകത്ത് പണിയെടുക്കണം. കൂടെ മുജീബ് മജീദിൻ്റെ മ്യൂസിക്കും കൂടെ ആകുമ്പോഴത്തേന് അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ ക്രൗഡഡ് ഓഡിയൻസിൻ്റെ ഇടയിലാണെങ്കിൽ 1 ലെവൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഫൈറ്റേഴ്സായിട്ട് വരുന്നവരെല്ലാം അസാധ്യ ലെവൽ പണിയെടുത്തിട്ടുണ്ട്. കാരണം അമ്മാതിരി സാധനം ഇതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ഇതിന് ഒരു കൈയടിക്കാനുള്ള സീൻ നമുക്ക് തരുന്നുണ്ട്. സ്ട്രോള് നമ്മുടെ വാൾട്ടറിലേക്ക് വരുമ്പോഴത്തേന് തുടക്കം തൊട്ട് നമുക്ക് വാൾട്ടറിലേക്ക് തരുന്നൊരു ബിൽഡപ്പ് ഉണ്ട്. ആ ബിൽഡപ്പിന് പുള്ളി വന്ന് ബുള്ളറ്റ് ചെയ്ത് ഇറങ്ങുന്ന സീൻ വരെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കൊടുത്ത ബിൽഡപ്പ് അത്രയ്ക്ക് വാൾട്ടറിലേക്ക് ഇതിൻ്റെ അകത്ത് അങ്ങ് ഏറ്റിട്ടില്ല. കാരണം എന്താ പറയുന്നത് ഒരു വയ്യാത്ത ഫീലായിരുന്നു വാൾട്ടറിന് ഇതിൻ്റെ അകത്ത് സത്യത്തിൽ. ഇൻട്രോ വരെ ഓക്കെ ആയിരുന്നു. പുള്ളി എപ്പോഴും കൈകാര്യം അടിപൊളിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ സ്ലാങ് പോലും നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു കല്ലുകടി പോലെ തോന്നി. വാട്ട് എവർ ഇറ്റ് ഈസ് അറിയത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ആ ഒരു ഗസ്റ്റ് റോൾ വന്നതിൻ്റെ അകത്ത് അത്രയ്ക്ക് കൊടുത്ത ബിൽഡപ്പിന് അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് എനിക്ക് ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ വാൾട്ടറിന് എനിക്ക് കിട്ടിയിട്ടില്ല. ലുക്ക് വെച്ച് എന്താ പറയുന്നത് ഫസ്റ്റ് ഇൻട്രോ വരെ സംഭവം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ബബ്ബായ്ക്കത്തെ ലാലേട്ടൻ ചെയ്ത പോലെ ഇൻട്രോ വരെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് മൊത്തം കയ്യിൽ നിന്ന് കളാകുളമായി പോയി. ആ ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് വാൾട്ടറായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളി സാധനമായിരുന്നു. കാരണം പുള്ളി ഒരു എന്താ പറയുന്നത് പുള്ളിയുടെ ഫിസിക്കിനെല്ലാം പറ്റിയൊരു ക്യാരക്ടറാണ് ഇത്. ഇതിൻ്റെ അകത്ത് വാൾട്ടർ എന്ന് പറയുന്ന ഒരു ഗുസ്തിക്കാരനാണ്. ആ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോഴത്തേന് പുള്ളിക്ക് പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. പുള്ളി ഇതിൻ്റെ അകത്ത് വന്നിരുന്നെങ്കിൽ ലിറ്ററലി തൂക്ക് സാധനമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്രൗഡഡ് ഓഡിയൻസിൻ്റെ കൂട്ടിരുന്നത് നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ കണ്ടോളൂ, ഒരു നഷ്ടവും ഇല്ല. അപ്പം